തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ കാറിടിപ്പിച്ച കേസിൽ SHOയ്ക്കെതിരെ ഉടൻ നടപടിയുണ്ടാകും. നടപടിക്ക് ശുപാർശ ചെയ്ത റേഞ്ച് IG അജിത ബീഗം ദക്ഷിണമേഖല IGക്ക് റിപ്പോർട്ട് നൽകി. അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചത് അനിൽകുമാർ തന്നെയാണെന്ന സ്ഥിരീകരണത്തെ തുടർന്നാണ് നടപടി. 7-ാം തീയതി പുലർച്ചെ 5:30-ക്കും 6 മണിക്കുമിടയിലാണ് MC റോഡിലൂടെ അമിത വേഗത്തിൽ വന്ന അനിൽകുമാറിന്റെ മാരുതി 800 വാഹനം രാജനെ ഇടിക്കുന്നത്. കിളിമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാറശാല CIയുടേതാണ് വാഹനമെന്ന് മനസ്സിലാക്കി. കൂടുതൽ അന്വേഷണത്തിൽ തിരുവല്ലം ടോൾ പ്ലാസയിലൂടെ വാഹനം കടന്നുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ വാഹനം ഓടിച്ചിരുന്നത് അനിൽകുമാർ തന്നെയാണെന്ന് വ്യക്തമായി. അപകടം അറിഞ്ഞെങ്കിലും പരിക്ക് ഗുരുതരമല്ലെന്ന് കരുതി നിർത്താതെ പോവുകയായിരുന്നുവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരോട് SHO സമ്മതിച്ചു. അപ്പോൾ അവർ വലിയൊരായതിനെ കൊണ്ട് അത് ആ വേലത്തരം ചെയ്തിട്ട് പോയി. ഒരു പാവപ്പെട്ടവനാണ് ഒരു ഒരുത്തനെ വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ കളഞ്ഞിട്ട് പോകും. അതിൽ എന്തെല്ലാം അവർ അതിന് കൂട്ടിക്കൊടിച്ച് എടുക്കുമായിരുന്നു. തിരുവനന്തപുരം റൂറൽ SP S സുദർശൻ റേഞ്ച് IG അജിത ബീഗത്തിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കും. കൂലിപ്പണിക്കിറങ്ങിയ രാജൻ ചികിത്സ കിട്ടാതെ 1 മണിക്കൂർ റോഡിൽ കിടന്ന് രക്തം വാർന്നൊഴുകിയാണ് മരിച്ചത്. ഇടിച്ചിട്ടയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സാമാന്യ മര്യാദ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചിരുന്നുവെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാകുമായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ.